പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിന്റെ മൂന്നാമത്തെ ആഴ്ചയിലെ ധ്യാനങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നു. 127 സങ്കീർത്തനം 2 വാക്യം. നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. കഠിനമായ പ്രയത്നം ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ആവശ്യമാണ്. ഓരോ പ്രവൃത്തികളിലും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്നത്. ഉയരങ്ങളിലേക്കുള്ള സഞ്ചാരത്തിന്റെ പ്രയത്നം ഏറെ പ്രയാസകരവും അനുഭവങ്ങൾ നിറഞ്ഞതുമാണ്. എന്നാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കഠിന പ്രയത്നങ്ങളെക്കാളും ഉപരി ദൈവത്തിന്റെ കൃപയാണ് മതിയായത്, കരണീയമായത് എന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു. അധികാലത്തെ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്, കഠിന പ്രയത്നം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് എല്ലാ നന്മകളും നൽകും എന്നുള്ളതാണ് ഇതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. എന്നാൽ അതൊരു നിഷ്ക്രിയമായ ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ചല്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിന്റെ പ്രയത്നങ്ങളിലൊക്കെ ദൈവത്തോടു കൂടെയുള്ള പ്രയത്നങ്ങളാണ് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ പ്രയത്നങ്ങൾ നിഷ്ഫലമായി പോകുന്നത് ദൈവത്തെ കൂടാതെയുള്ള അനുഭവങ്ങളിലാണെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലം ദൈവത്തോടുകൂടെ ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും പ്രയത്നിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.